72-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഒരു 15 വാക്യങ്ങളെ വാക്യം പ്രതിപാദികമായിട്ട് വായിക്കാം. 72-ാമത്തെ സങ്കീർത്തനം 72 ശ്രമിച്ചു അതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങളെ വാക്യം പ്രതിപാദികമായിട്ട് വായിക്കാം. ദൈവമേ, രാജാവിന് ന്യായവും രാജകുമാരന് നീതിയും നൽകണമേ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനത്തിൽ സമാധാനം വിളയട്ടെ. സൂര്യേന്ദ്രന്മാരുടെ കാലത്തോളം അവർ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ള കാലത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിവെണ്ണു നാക്കട്ടെ. രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. ദരിദ്രനെ അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. നമുക്ക് അവസാനത്തെ വാക്യം ഒന്നിച്ചു വായിക്കാം. എല്ലാവരും പിടിക്കാം. നമ്മൾ ഈ വായിച്ച 72-ാമത്തെ സങ്കീർത്തനം ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോന് ഈ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം വളരെ അർത്ഥവത്തായ ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനം പറയുന്നത് ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നീതിയും നൽകണമെന്നാണ്. രാജാവിനെ ഭരിക്കുന്നതിന് വേണ്ടി, രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടി അവന് വേണ്ട നീതിയും അവന് വേണ്ടി അബുദ്ധിയും കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ശലോമോൻ അത് പറയുന്നത്. ദൈവമേ, രാജാവിന് ന്യായവും രാജകുമാരന് നീതിയും നൽകണേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും പരിപാലിക്കട്ടെ. ജനത്തെ നീതിയോടും ന്യായത്തോടും കൂടി പരിപാലിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം രാജാക്കന്മാരെ നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവം നമുക്ക് ഏറ്റവും അടുത്ത സങ്കേതമാണ്. 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരും നമുക്ക് സഹായിക്കാനില്ല. നമ്മുടെ നല്ല കാലത്ത്, നമ്മുടെ സന്തോഷകാലത്ത്, നമ്മുടെ സമൃദ്ധിയുടെ കാലത്ത് നമുക്ക് ധാരാളം പേര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ കഷ്ടകാലത്ത് ആരും കാണത്തില്ല, ഒരു മനുഷ്യനും കാണില്ല. ദൈവം മാത്രമേ കാണൂ. നമ്മുടെ ദൈവം അത്ര നല്ല, കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ കഷ്ടകാലത്ത് അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണാം, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്താ കാരണം? നീ എന്നോടുകൂടി ഉണ്ട്. ദൈവം നമ്മോട് കൂടി ഉണ്ട്. നമുക്കറിയാം, ഭൂമി മാറിപ്പോവുക ഭയങ്കരമാണ്. ഭൂകമ്പം ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? ഭയങ്കരമായ അപകടമാണ്. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യത്തിൽ വീഴും. അപ്പോൾ സമുദ്രമധ്യത്തിൽ പർവ്വതങ്ങൾ വീഴുമ്പോൾ അതിലെ വെള്ളം ഇരച്ചു കലങ്ങും. അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്തെന്നാൽ അവൻ നമ്മോട് കൂടി കഷ്ടകാലത്ത് നമുക്ക് തുണയാണ്. അതാണ് ഏറ്റവും വലിയ. 23-ാം സങ്കീർത്തനത്തിൽ ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ്. ഊരിലെ താഴ്വരയെ കൂടി വന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല. എന്താ കാരണം? അതിൻ്റെ അടുത്ത വാക്യം, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത വേറെ ആരും നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. ഊരിൽ താഴ്വരയുടെ അനുഭവം എന്ന് പറയുന്ന മരണത്തിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എല്ലാവരും നമ്മളെ വിടും. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ നമ്മളെ വിടും. എന്നാൽ ദൈവം മാത്രം, അവൻ മാത്രം ആ സമയത്ത് കൂടെ ഇരിക്കുന്നു.
അത്ര നല്ലൊരു ദൈവത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എളിയവരുടെ ജീവന് യഹോവയ്ക്ക് എങ്ങനെയുള്ളതാണ്? വിലയേറിയതാണ്. യഹോവയ്ക്ക് വിലയേറിയ ജീവനാണ്. അപ്പോൾ രാജാവിനെ ദൈവം ഉദ്ദേശിക്കുന്നത് ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ, ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവരെ തകർത്തുകളയും ചെയ്യട്ടെ. നമ്മുടെ ദൈവം പീഡിപ്പിക്കുന്നവരെ തകർക്കുന്ന ദൈവം, ദരിദ്രന്മാരെ രക്ഷിക്കുന്നവനായ ദൈവമാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതാതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, കാക്കക്കുഞ്ഞിനെ നമുക്ക് ആർക്കും കാക്ക ഇഷ്ടമല്ല. കാക്കയുടെ ശബ്ദം നമുക്ക് കേൾക്കുന്നത് അരോചകമാണ്. അപ്പം പിന്നെ കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദം എന്തോരം അരോചകമാണ്. എന്നാൽ അതിൻ്റെ കരച്ചിൽ കേട്ട് അതിന് അതാത് സമയത്ത് ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, അനേക കാര്യം അവയൊന്നും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നു. എന്നാൽ അവയൊക്കെയും സ്വർഗസ്ഥനായ പിതാവ് പോറ്റി പരിപാലിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം കാക്കക്കുഞ്ഞിനെ ദൈവം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എത്ര അധികമായിട്ട് സംരക്ഷിക്കും. തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ താൻ കൂടെ വസിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതാ ദൈവം നമ്മെ. മനുഷ്യനെ മാത്രമേ ദൈവം കൂടെ വസിക്കാനായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. അല്ല, ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? മനുഷ്യനെ മാത്രം കൂടെ വസിക്കാനായിട്ട്. ദൈവം ഏതും തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് കൂടെ വസിക്കാനാണ്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ കൂടെ ദൈവത്തിന് അവിടെ വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ കൂടെ വസിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഇമ്മാനുവേലായിട്ട് നമ്മുടെ കൂടെ വസിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഇപ്പോൾ വസിക്കുകയാണ് ചെയ്യുന്നത്. ഇമ്മാനുവേൽ നമ്മുടെ കൂടെ വസിക്കുക. ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ കൂടെ വസിക്കുകയാണ്. അവനെപ്പോഴും നമ്മുടെ കൂടെ വസിക്കാൻ, നമ്മുടെ കൂടെ പാർക്കാൻ, നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. അവൻ അത്രയ്ക്ക് നല്ലൊരു ദൈവമാണ്. ആ ദൈവം നമുക്ക് തലമുറയായി നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഈ ഭാഗത്ത് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ദൈവം സംരക്ഷിക്കുന്ന വിധത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. സൂര്യചന്ദ്രന്മാരുടെ കാലത്തോളം അവർ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. ആരെ ഭയപ്പെടുക? ദൈവത്തെ ഭയപ്പെടട്ടെന്നാണ് പറഞ്ഞ. അഴിഞ്ഞ പുൽപ്പുറത്ത് പഴയ ചെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരട്ടെ എന്നാണ് പറയുന്നത്. അവൻ്റെ കാലത്ത് നീതിമാന്മാർ താഴെക്കട്ടെ. യേശു ക്രിസ്തു വരുമ്പോൾ നീതിമാന്മാർ താഴെക്കട്ടെ എന്നാണ് പറയുന്നത്. ചന്ദ്രനിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം വരെയും നദികളുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. നമ്മുടെ ദൈവമാണ് ആ നദി മുതൽ നദി വരെ ഭരിക്കുന്ന നമ്മുടെ യേശു ക്രിസ്തുവാണ് ഭരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മുടെ രാജാവായിരിക്കും. ദൈവം രാജാവാണെങ്കിൽ നമുക്കൊന്നിനും ഭയപ്പെടേണ്ടതായി കാര്യം. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടൊണ്ടിരിക്കാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമുക്കെല്ലാം അറിയാം, നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ, നമുക്ക് ഭയങ്കരമായ പ്രയാസമുണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും മറ്റുള്ളവർ പറയും, ഓ സാരമില്ല, വേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറയും. എന്നാൽ സഹായിക്കാൻ നമ്മുടെ യേശു മാത്രം. അവൻ സൗഖ്യദായകനായ ദൈവം, രോഗികളുടെ മഹാവൈദ്യനാണ് ദൈവമാണ്. ഇത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ഹൂസ്റ്റണിൽ നിന്ന് വന്നൊരു ചാക്കോച്ചൻ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിന് ക്യാൻസറായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ക്യാൻസറായിരുന്നു. പ്രാർത്ഥനയായിട്ട് ആ സ്ത്രീക്ക് സൗഖ്യം. കഴിഞ്ഞ ആഴ്ച അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ക്യാൻസർ ഇല്ല. നമ്മുടെ ദൈവമാരാ മഹാവൈദ്യനായ ദൈവമാണ്. ലോകത്തിലെ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, നിനക്ക് ജീവിതമില്ല, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ മഹാവൈദ്യനായ ദൈവം പറഞ്ഞു, ഇല്ല, മരിക്കത്തില്ല. നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ സൗഖ്യമാക്കുന്നത്. സർവ്വരോഗങ്ങൾക്കും മഹാവൈദ്യനായ ദൈവമാണ്. രോഗശയ്യയിൽ കൂടി ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവം നമ്മളോട് കൂടെ വന്ന് നമ്മളോട് വസിക്കാൻ ഇരിക്കുന്ന ദൈവമാണ്. അവൻ കഷ്ടകാലത്തേറ്റവും അടുത്ത തുണയാണ്. സൂര്യനിൽ താഴ്വരയിൽ കൂടെ വന്നാലും ഒരനർത്ഥവും ഭയപ്പെടില്ല. അവൻ നമ്മോട് കൂടെ ഇരിക്കും. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മെ വഴി നടത്താമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ലോകാവസാനത്തോളം അവൻ നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എവിടെ പോയാലും ഏത് ആപത്തിൻ്റെ നടുവിലും അവൻ നമ്മെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശത്രുക്കളുമ്പാകെ നമുക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ശത്രുക്കളെ അവന് എഴുന്നേൽക്കയില്ല, അവൻ എഴുന്നേൽക്കയില്ല, ഇതിനോടുകൂടി തീർന്നു പോയെന്ന് പറഞ്ഞാലും അവരുടെ മധ്യേ നമുക്ക് വിരുന്നൊരുക്കുന്ന വലിയ ദൈവമാണ്. നമ്മുടെ ദൈവം ശാശ്വതനായ ദൈവമാണ്. ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ മക്കളായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. അതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.